അങ്ങനെ കൊച്ചിൻ്റെ വിസ നോക്കിയിരുന്ന എനിക്കും കിട്ടി ജർമ്മനിയിലെ ഒരു ജപ്തി നോട്ടീസ്. കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെങ്കിലും കൊച്ചിൻ്റെ വിസ കാർഡ് നോക്കിയിരുന്ന എൻ്റെ കയ്യിലോട്ടാണല്ലോ ഈ സാധനം കിട്ടിയത്. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിഞ്ഞത് പഴയ വീട് വിട്ടിട്ട് 1.5 വർഷമായി. ഞാൻ അവിടെ നിന്നെല്ലാം കൊടുത്തപ്പോഴത്തേക്കിന്, അതായത് എൻ്റെ കറണ്ടും ഇതെല്ലാം മാറ്റിയപ്പോഴും എൻ്റെ പുതിയ അഡ്രസ്സും മെയിൽ അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടാണ് മാറ്റിയത്. എന്നിട്ടും അവരെനിക്കൊരു ലെറ്ററോ കാര്യങ്ങളോ ഒന്നും ഇടാതെ കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് ഒരു ജപ്തി നോട്ടീസ് എൻ്റെ പോസ്റ്റ് ബോക്സിൽ, അതായത് നിങ്ങൾ ഈ പൈസ അടയ്ക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ നിന്നും ഇത് ഈടാക്കാനായിട്ട് ഉള്ള ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ്. ഞാൻ ഞെട്ടിപ്പോയി. പിറ്റേന്ന് രാവിലെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, അതായത് കറണ്ടും ഇതും ക്യാൻസൽ ചെയ്തതിൻ്റെ ക്യാൻസലിങ് ചാർജായിട്ട് ഇത്ര പൈസ അടയ്ക്കണമായിരുന്നു. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഞാൻ അടച്ചിട്ടുള്ളൂ, രണ്ടാമത്തിൻ്റെ അടച്ചിട്ടില്ല. അത് പലിശ സഹിതം ഒരു 66 രൂപയ്ക്ക് പകരം ഒരു 127 രൂപയായിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ പിന്നെ എന്താണ്, ഞാനൊരു വക്കീലിനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്കിനും അയാൾക്ക് കൊടുക്കണം 150 രൂപ ചാർജ്. ഇതാണ് ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് അടച്ച് സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പണി കിട്ടിയ പലരും കാണും ഈ ജർമ്മനിയിൽ കേട്ടോ. പുതിയതായിട്ട് ഇവിടേക്ക് വരുന്ന നമുക്ക് ഇവരുടെ റൂൾസും കാര്യങ്ങളും ഇവിടുത്തെ രീതികളും അറിയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അബദ്ധങ്ങൾ പലർക്കും പല രീതിയിലും പറ്റാറുണ്ട്. ഇനിയും അബദ്ധങ്ങൾ പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾക്ക് നടുവിലും നമ്മുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു.